ഹലോ മക്കളെ, വെൽക്കം ടു ലേൺ വിത്ത് ജെറി മാം യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നു. 1s2, 2s2, 2p6, 3s2, 3p6, 3d6, 4s2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണിതിലെ? ഈ മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ എത്ര? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവയിൽ ഊർജം ഏറ്റവും കൂടിയ സബ്ഷെൽ ഏത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ മൂലകത്തിൻ്റെ പീരീഡ് നമ്പർ, ഗ്രൂപ്പ് നമ്പർ എന്നിവ കണ്ടെത്തുക. നമുക്ക് 1 by 1 ആയിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടെത്താം. നമുക്കിവിടെ ആദ്യത്തെ ചോദ്യം നോക്കാം. ഈ മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ എത്ര? നമുക്കറിയാം എന്ത്? ആകെ ഇലക്ട്രോണുകളുടെ തുകയ്ക്ക് തുല്യമാണ് അറ്റോമിക നമ്പർ അല്ലേ? അപ്പോൾ നമുക്കിവിടുന്ന് ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്താം. എങ്ങനെയാണ് കണ്ടെത്തുക? 1s എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. 2s 2, 2p 6, 3s 2, 3p 6, 3d 6, 4s 2. അപ്പോൾ ടോട്ടൽ ആകെ എത്രയായി? 2 + 2 + 6 + 2 + 6 + 6 + 2 = 26. അപ്പം നമുക്ക് ആകെ ഇലക്ട്രോണുകളുടെ തുക കിട്ടി. അതിന് ഈക്വലാണ്, അതിന് തുല്യമാണ് അറ്റോമിക നമ്പർ. അപ്പം നമുക്ക് അറ്റോമിക നമ്പർ കിട്ടിയോ? എത്രയാണ് ഇവിടുത്തെ അറ്റോമിക നമ്പർ? 26, 26. ഓക്കെ, ഡൗട്ടില്ലല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവയിൽ ഊർജം ഏറ്റവും കൂടിയ സബ്ഷെൽ ഏത്? അപ്പം നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണ്? ഇവയിൽ ഏറ്റവും കൂടിയ സബ്ഷെൽ ഏത്? ഊർജം ഏറ്റവും കൂടിയ സബ്ഷെൽ. അപ്പം നമുക്ക് എന്തറിയണം? ആദ്യം നമുക്കതിൻ്റെ ഓർഡർ അറിയണം അല്ലേ? ഊർജം കൂടി വരുന്ന ആ ഓർഡർ നമുക്കറിയണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോ, ഏറ്റവും ഊർജം കുറവ് 1s. ഓക്കെ, 1s ഊർജം കൂടുതലാണ് 2s. 2s ഊർജം കൂടുതൽ 2p. 2p ഊർജം കൂടുതൽ 3s. 3s ഊർജം കൂടുതൽ 3p. നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുക 3p ഊർജം കൂടുതൽ എന്തിനാണുള്ളത്? 3dക്കാണുള്ളത് അല്ലേ? ബട്ട് ഇവിടെ ഒരു കാര്യമുണ്ട്. എന്താണ്? 3p ഊർജം കൂടുതലുള്ളത് 4s. 4s ഊർജം കൂടുതലാണ് 3dക്ക്. അതായത് ഇവിടെ നോക്കുമ്പോൾ നമ്മൾ 3p വരെ കറക്റ്റ് ആ ഓർഡറിലെത്തി. അതിനുശേഷം 4s ആണ് വന്നത്. എന്തുകൊണ്ടാണ്? ഈ 3d എന്ന സബ്ഷെല്ലിനെക്കാട്ട് ഊർജം കുറച്ച് കുറവാണ് എന്തിന്? 4s. അപ്പോൾ 3p ഇലക്ട്രോണുകൾ നിറഞ്ഞതിന് ശേഷം അടുത്തത് എന്തിലാണ് നിറയുക? 4s ഇലക്ട്രോണുകൾ നിറയുക. അതിനുശേഷം മാത്രമേ 3d ഇലക്ട്രോണുകൾ നിറയുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ സബ്ഷെൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? 1s2, 2s2, 2p6, 3s2, 3p6, 3d6, 4s2. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടിയ സബ്ഷെൽ ഏതാണ്? 4s ആണോ അതോ 3dക്കാണോ? നമുക്കറിയാം 4s ഊർജം കുറച്ചും കൂടെ കൂടുതലാണ് 3dക്ക്. അപ്പോൾ ഇവിടെ ഏറ്റവും ഊർജം കൂടിയ സബ്ഷെൽ ഏതാണ്? 3d. ഓക്കെ, നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ മൂലകത്തിൻ്റെ പീരീഡ് നമ്പർ, ഗ്രൂപ്പ് നമ്പർ എന്നിവ കണ്ടെത്തുക. പീരീഡ് നമ്പർ നമുക്ക് സിമ്പിളായിട്ട് കണ്ടെത്തുന്നേ ഉള്ളൂ. എങ്ങനെയാണ്? ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ തന്നെയാണ് അത് ഉൾക്കൊള്ളുന്ന പീരീഡ് നമ്പർ. അതായത് നമുക്കിവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം കൊടുത്തിട്ടുണ്ട്. ഏതാണ്? 1s2, 2s2, 2p6, 3s2, 3p6, 3d6, 4s2. ഓക്കെ, ഇതിൽ നമുക്ക് മെയിനായിട്ട് 4 ഷെല്ലാണ് ഉള്ളത്.
ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്, നാലാമത്തെ ഷെല്ല്. ഒന്നാമത്തെ ഷെല്ലിൽ ഒരു സബ് ഷെല്ലും, രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ് ഷെല്ലുകളും, മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ് ഷെല്ലുകളും, നാലാമത്തെ ഷെല്ലിൽ ഇവിടെ ഇപ്പോൾ ഒരു സബ് ഷെല്ലുമാണ് ഉള്ളത്. ഓക്കെ, അതായത് ഒന്നാമത്തെ ഷെല്ലിൽ 1s എന്ന് പറയുന്ന സബ് ഷെല്ല്, രണ്ടാമത്തെ ഷെല്ലിൽ 2sഉം 2pയും, മൂന്നാമത്തെ ഷെല്ലിൽ 3s, 3p, 3d. ഇനി ഏറ്റവും പുറംഭാഗത്തായി കാണപ്പെടുന്ന ഷെല്ലാണ് 4s. അതുമുണ്ടല്ലോ നാലാമത്തെ ഷെല്ല്. അങ്ങനെ ഇവിടെ 4 മെയിൻ ഷെല്ലുകളാണുള്ളത്. അതിൻ്റെ ഏറ്റവും പുറംഭാഗത്ത് ബാഹ്യതമ ഷെല്ലായിട്ട് കാണുന്നത് ഏതാണ്? 4 അല്ലേ? 4s2ലാണ് ഇലക്ട്രോണുകൾ നിറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എന്ത്? പീരിയഡ് നമ്പർ കാണാൻ ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ തന്നെയാണ് അത് ഉൾക്കൊള്ളുന്ന പീരിയഡ് നമ്പർ. ഇവിടെ ഏറ്റവും പുറമെ കാണുന്ന ഷെൽ ഏതാണ്? മെയിൻ ഷെൽ ഏതാണ്? എത്രാമത്തെ ഷെല്ലാണ്? നാലാമത്തെ ഷെല്ല് അല്ലേ? അപ്പോൾ ഇതിൻ്റെ പീരിയഡ് നമ്പർ എത്രയാണ്? 4. പീരിയഡ് നമ്പർ എത്രയാണ്? 4. ഓർ നിങ്ങൾ ഈ ഒരു കാര്യം സിമ്പിളായിട്ട് ഞാനൊരു ഇത് പറഞ്ഞുതരാം. ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? അതായത് നമ്മൾ ഇവിടെ 1 2 3 4 ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? ഷെല്ലിൻ്റെ നമ്പർ എത്രയാണ്? 4 അല്ലേ? അതായിരിക്കും അതിൻ്റെ പീരിയഡ് നമ്പർ. ചില മക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞുതരാം. 4s2 കണ്ടോ? അപ്പോൾ 4s2ൽ എസിൻ്റെ തൊട്ടടുത്തുള്ള 4 അതാണ് മെയിൻ ഷെല്ലിൻ്റെ നമ്പർ. ഓക്കെ, ആ എസ്സിന് മുകളിലായിട്ട് എഴുതുന്നത് നമ്മൾ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ മെയിൻ ഷെല്ലിൻ്റെ നമ്പർ, ഏറ്റവും വലിയ മെയിൻ ഷെല്ലിൻ്റെ നമ്പർ ഏതാണ്? അതായിരിക്കും അറ്റോമിക നമ്പർ, പീരിയഡ് നമ്പർ. ഓക്കെ, നമുക്ക് അടുത്ത എന്ത് കാണാനാണ് പറഞ്ഞത്? ഗ്രൂപ്പ് നമ്പർ കാണാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കറിയാം 3 ബ്ലോക്കുകളുടെ ഗ്രൂപ്പ് നമ്പർ കാണാൻ ഡിഫറെൻറ്റ് വേ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എസ് ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കാണാൻ പഠിക്കണം, പി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കാണാൻ പഠിക്കണം, ഡി ബ്ലോക്കിൻ്റെയും ഗ്രൂപ്പ് നമ്പർ കാണാൻ പഠിക്കണം. എന്നാൽ പീരിയഡ് നമ്പർ എല്ലാ ബ്ലോക്കിൻ്റെയും സെയിം ആണ്. ഓക്കെ, അത് ഓർത്ത് വെച്ച് എല്ലാ ബ്ലോക്കിൻ്റെയും, എസ് ബ്ലോക്കിൻ്റെ ആണെങ്കിലും പി ബ്ലോക്കിൻ്റെ ആണെങ്കിലും ഡി ബ്ലോക്കിൻ്റെ ആണെങ്കിലും പീരിയഡ് നമ്പർ കാണുന്ന വിധം സെയിം ആണ്. എങ്ങനെയാണ് പീരിയഡ് നമ്പർ കാണുക? നമ്മുടെ ഇലക്ട്രോൺ വിന്യാസത്തിൽ ഏറ്റവും വലിയ ഷെൽ നമ്പർ എത്രയാണ്? അതാണ് പീരിയഡ് നമ്പർ. ഓക്കെ, അത് മറന്നു പോകരുത്. അടുത്തത് ഗ്രൂപ്പ് നമ്പർ കാണാൻ നമുക്കിവിടെ ഡി ബ്ലോക്കാണ് അല്ലേ? എങ്ങനെയാണ് ഡി ബ്ലോക്ക് എന്ന് മനസ്സിലായത്? പല കുട്ടികൾക്കും എന്താണ് സംശയം ഉണ്ടാവും, ഇത് എസ് ബ്ലോക്കിൽ പെടുമോ അല്ലെങ്കിൽ ഡി ബ്ലോക്കിൽ പെടുമോ അല്ലേ? ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കുക? നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് 3pയിൽ ഇലക്ട്രോണുകൾ നിറഞ്ഞാൽ ഏതിലാണ് പോവുക? 4sലാണ് ഇലക്ട്രോൺ പിന്നെ നിറയുക. അതിനുശേഷം മാത്രമേ എന്തിലേക്ക് നിറയുള്ളൂ? 3D ഇലക്ട്രോണുകൾ നിറയുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ നിറയുന്നത് ഏതിലാ? 3Dയിലാണല്ലോ. അപ്പോൾ ഇതേതാ ബ്ലോക്ക്? ഡി ബ്ലോക്ക്. ഓർ സിമ്പിൾ വേ, നിങ്ങളിതിൽ നിങ്ങളെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നതിൽ 3Dയിൽ ഇലക്ട്രോണുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡി ബ്ലോക്ക് ആയിരിക്കും. സിമ്പിൾ വേ ആയിട്ട് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ മിസ്. ഓക്കെ, കം ടു ദ പോയിൻ്റ്. അപ്പോൾ നമുക്ക് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പറാണ് കാണേണ്ടത്. എങ്ങനെയാണ് കാണുക? 4sലെയും 3Dയിലെയും ഇലക്ട്രോണുകൾ തമ്മിൽ കൂട്ടും. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾ നോക്കിയേ, സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 3d6 4s2. നമുക്ക് 3Dയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6. 4sൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. അപ്പോൾ നമ്മൾ 6 + 2 നമുക്ക് എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ എത്രയാ? 8. സിമ്പിളാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ
ഗ്രൂപ്പ് നമ്പർ കാണാൻ ലാസ്റ്റിലുള്ള 3Dയിലെയും 4sലെയും ഇലക്ട്രോണുകൾ കൂട്ടുക. ഇലക്ട്രോണുകളാണ്, മറന്നു പോകരുത്. ഇലക്ട്രോണുകൾ കൂട്ടുക. 4sലെയും 3Dയിലെയും ഇലക്ട്രോണുകൾ കൂട്ടുക. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നു. 1s2 2s2 2p6 3s2 3p6 3d6 4s2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ കാണാൻ അറിയാമല്ലോ. നമ്മുടെ ഇലക്ട്രോണുടെ എണ്ണം കൂട്ടുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി ഇവിടെ? 26, 26. ഓക്കെ. ഇനി രണ്ടാമത്തെ, ഇവയിൽ ഊർജ്ജം ഏറ്റവും കൂടിയ സബ്ഷെൽ നമുക്കറിയാലോ. ഏതാണ്? 3D. ഓക്കെ. നെക്സ്റ്റ്, ഈ മൂലകത്തിൻ്റെ പീരിയഡ് നമ്പർ, ഗ്രൂപ്പ് നമ്പർ എന്നിവ കണ്ടെത്തുക. പീരിയഡ് നമ്പർ നമുക്കറിയാം, ഏറ്റവും മെയിൻ ഷെല്ല് അല്ലേ, മെയിൻ ഷെല്ലിലെ ഏറ്റവും വലിയ നമ്പർ എത്രയാണ്? 4. പീരിയഡ് നമ്പർ കിട്ടി. ഇനി അടുത്ത ഗ്രൂപ്പ് നമ്പർ, ഇത് ഏതാ ബ്ലോക്ക് എന്ന് നോക്കുക. അപ്പോൾ ഏതാ? എസ് ആണോ ഡി ആണോ? എസ്. ഇവിടെ ഡി ആ അല്ലേ, ഡി ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഡി ബ്ലോക്കാണ്. അപ്പോൾ ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കാണും? എസ് നമുക്കറിയാം, 3Dയിലെയും 4sലെയും ഇലക്ട്രോൺ കൂട്ടുക. 6 + 2 = 8 എന്ന് കിട്ടി. അപ്പോൾ ഗ്രൂപ്പ് നമ്പറും കിട്ടി, പീരിയഡ് നമ്പറും കിട്ടി. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.